എനിക്ക് പൊതുവേ അങ്ങനെ ശത്രുക്കളൊന്നും ഇത് ചെയ്യാറില്ല, അതായത് പിടിച്ചു നിൽക്കാറില്ല എനിക്കെതിരെ നിൽക്കണവര്. ഞാൻ അറിഞ്ചും പുറഞ്ചും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും, ആക്രമിക്കും. അൻഷിഫിന്റെ പട്ടാളം ഇറങ്ങും. 3 പട്ടാളങ്ങളാണോ? പട്ടാളം കുറച്ച് റെസ്റ്റിലാണ്. ഇത് കഴിഞ്ഞ തവണ ബിഗ് ബോസിൽ പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിഗ് ബോസിൽ പോയാ ആഗ്രഹമൊക്കെ പോയി. എന്താ ഒരു തവണ നിങ്ങൾ പ്ലാൻ ചെയ്ത് അടുത്ത തവണ കിട്ടില്ലെങ്കിൽ എന്താ ഭയങ്കര മടുപ്പായി പോണേ? അല്ല, ഞാൻ അന്ന് പറഞ്ഞാല് മെന്റലി ഞാൻ ബിഗ് ബോസ് എന്നുള്ള ഒരു മൈൻഡ് ആള് എവിടെയാണെങ്കിലും മനസ്സ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലായിരുന്നു. അതെ, ഞാൻ ആ ഇന്റർവ്യൂ ലാസ്റ്റ് ഫൈനൽ ഇന്റർവ്യൂ വരെ അറ്റംപ്റ്റ് ചെയ്തതാണ്. ഞങ്ങൾ ഇതുവരെ പ്രൈസ് വരെ അതായത് 50 ലക്ഷം ഉമ്മക്ക് അതിന് പ്രശ്നം വരെ ഉണ്ടാക്കി. എനിക്ക് 6 ലക്ഷം ഉള്ളു, ബാപ്പാക്ക് 6-7 കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രശ്നമൊക്കെ ആയി. കിട്ടാത്ത പൈസ ബിഗ് ബോസിൽ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തറവാട്ടിൽ ഒരു ദിവസം മീറ്റിംഗ് ഒക്കെ അതിർത്തി തർക്കമൊക്കെ പറയണായിരുന്നു. അൻഷിഫിന്റെ ആ പൈസ ആർക്കൊക്കെയാണെന്നുള്ളത്. അപ്പൊ അമ്മായി ഒക്കെ വരുന്ന അമ്മായി വീടിന്റെ പണി നടക്കുന്നുണ്ട്, അപ്പൊ അതിന് തറക്കാനുള്ള കുറച്ച് പൈസ ഒക്കെ റെഡിയാക്കി ഇന്റർവ്യൂ കഴിഞ്ഞ് ഒക്കെ ഇതാക്കിട്ട് വിളിക്കാറുണ്ട്. പിന്നെ വിളിച്ചില്ല. പക്ഷെ എന്നാലും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ വൈൽഡ് കാർഡ് എൻട്രിയില് കിട്ടുന്നുള്ള അതുകൂടി കഴിഞ്ഞ പിന്നെ കാക്ക് ചത്ത്. എന്ത് ബിഗ് ബോസ് ഞാനൊരു മീറ്റിംഗ് വിളിച്ചു തറവാട്ടില്, പൈസ ചോദിച്ചാലൊക്കെ അവിടെ ഇനി ഒരു തവണ വിളിച്ചാ പോവോ ബിഗ് ബോസിലേക്ക്? എനിക്കിപ്പോ സത്യം പറഞ്ഞാല് മൂഡ് പോയി പറഞ്ഞാല് എനിക്ക് ആ ജാസ്മിൻ ജാഫറിന്റെ അതേപോലെ ഗബ്രിയുടെ ഒക്കെ എപ്പിസോഡ് കഴിഞ്ഞന്ന് എനിക്ക് ഭയങ്കര ഒരു അതാണ് സോഷ്യൽ മീഡിയക്ക് ഭയങ്കര ഒരു ഹൈപ്പ് വന്ന സംഭവം ബിഗ് ബോസ് അല്ലേ. പിന്നെ അതേപോലെ അന്ന് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നത്. ഞാൻ ഇന്റർവ്യൂ കൊടുക്കലും വിളിക്കലും എല്ലാം സെറ്റായിരുന്നു. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറെ കോമണേഴ്സ് ഒക്കെ ഇതാക്കിയായിട്ടുള്ള പരിപാടികളൊക്കെ ഒന്നല്ലേ, എന്താ കോമണേഴ്സ് വരാനുള്ള പരിപാടി ആഗ്രഹം വേണ്ടെന്ന് വെച്ചു. ഇല്ല, ഞാൻ ഇനി കോമണറായിട്ടൊന്നും ഞാൻ പോകില്ലേ. ഞാൻ ഒരു മെയിൻ സെലിബ്രിറ്റി ആയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചാല് ഞാൻ ഡിമാൻഡ് ഒക്കെ ഇട്ടിട്ട് പോകും. അല്ലാതെ ഒറ്റടിക്ക് വേണ്ടി ചെല്ലുന്ന പരിപാടി ഇല്ല, പോകുന്നില്ല. ഇപ്പൊ വിളിക്കാൻ വേണ്ടി ഇരിക്കായിരിക്കട്ടോ, അത് കേൾക്കുമ്പോ എനിക്ക് പോവാ. ഇല്ലാന്നാണ് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അത് വേറെ. പക്ഷെ നിങ്ങളുടെ എപ്പോഴും സംസാരിക്കും, നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഓൾറെഡി കുഞ്ഞോള് സപ്പോർട്ടീവായിട്ട് കൂട്ടി നിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്കുള്ള ഒരു ഇതന്നെ അതാ. അല്ലെങ്കിൽ നിങ്ങൾ പോയാൽ പള്ളർച്ച കിട്ടും നോക്കറിയാം. നമ്മളെന്ത് ചെറ്റ വർത്താനം പറഞ്ഞാലും കട്ടക്ക് നിൽക്കും. അതുകൊണ്ട് ഒരു ചെറ്റ സ്വഭാവമാണ് ശരിക്ക്. സത്യാണ്. അത് സ്വഭാവം പഠിപ്പിച്ചു തരാം. ഓക്കൂടെ എന്താ കുറവ് സൗകര്യങ്ങള് കൂടുതലായതുകൊണ്ടാണ്. കുട്ടികൾക്ക് കുട്ടികള് അതാണ് കുറച്ച് അതാണ് കൂടുതലെന്ന്. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആള് ഭയങ്കര ഇപ്പോഴും ഭയങ്കര യങ് ആയിട്ടിരിക്കുന്നു. അതിന്റെ രഹസ്യം ഞാൻ ചോദിക്കുന്നില്ല. ചോദിക്കാതെ ഇനി അത് കേൾക്കാൻ വയ്യാത്തോണ്ടാ. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8. 8 പിന്നെ 9. എത്ര വയസ്സായി? ഓനിക്ക് 8 വയസ്സ്. അപ്പൊ 9 കല്യാണത്തിന് മുമ്പുണ്ടായ 9 വർഷം. ആ പെട്ടെന്ന് പിന്നെ കല്യാണത്തിന് മുമ്പൊന്നല്ല, കല്യാണം കഴിഞ്ഞിട്ടാണ്. അതെ അതെ, ഉപ്പാക്കൊന്നും അറിയില്ല. പോടാ അവിടുന്ന്. ഇവൻ കല്യാണത്തിന് മുമ്പുണ്ടല്ലോ. ഇജല്ലേ അപ്പൊ കല്യാണത്തിന് അച്ചാറൊക്കെ വിളമ്പിയത് പൊട്ട കല്യാണത്തിന് അടിപൊളി. അച്ചാറൊക്കെ വിളമ്പി ഉമ്മച്ചി പുതിയണ്ണായി ഒരുങ്ങിയതൊന്നും ഓർമ്മല്ല. അല്ല, നിങ്ങൾ പറയുന്നു.
ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ. അപ്പൊ അത് കുട്ടികളടക്കം ഇൻസ്പയർ ആവാറുണ്ട്, ഫോളോവർ ആവുന്നുണ്ട്. ഇപ്പൊ തന്നെ മോൻ പറയാണ് ഞാൻ ഇപ്പൊ തൊപ്പിയുടെ ഫാൻ ആണെന്ന്. പല കുട്ടികളെ ഇൻസ്പയർ ആവാറുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന പല കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യും, നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കും. ഇപ്പൊ കുട്ടികളടക്കം ആഗ്രഹം ചോദിച്ചാൽ എനിക്ക് വലിയൊരു സ്ട്രീമർ ആവണമെന്നാ പറയാം. അതൊരു ജോബായിട്ട് തന്നെ ആളുകൾ കണ്ടു തുടങ്ങി. ഈ കുട്ടികൾ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവും, അവരുടെ എത്രത്തോളം ഇത് ബാധിക്കും എന്ന് ചിന്തിക്കാറുണ്ട് ആസ് എ പാരന്റ്സ് എന്ന നിലയിൽ എങ്ങനെയാ? അത് ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണത്. അതായത് കുട്ടികൾക്ക് ഇപ്പൊ എന്താ വെച്ചാല് ടി വിയിലാണ്, മൊബൈലിനെക്കാട്ടിലും ടി വിയിൽ ഇത് ഫുൾ ടൈം ഓൺ ആയിരിക്കും. റിമോട്ടിൽ മാറ്റി കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മള് ടി വിയിൽ ഈ ഏഷ്യാനെറ്റ്, കൈരളി അങ്ങനത്തെ ഇപ്പൊ ഒക്കെ സ്മാർട്ട് ടി വി ആയതുകൊണ്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെയാണ് വരിക. യൂട്യൂബിൽ അവർ കണ്ട് ഇതായിട്ടുള്ള വീഡിയോ റെക്കമെൻഡ് ചെയ്തിട്ടാണ് വരിക. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതേ വരുള്ളൂ, അങ്ങനത്തെ വീഡിയോ വരുള്ളൂ. അവർ കാണുന്ന വീഡിയോ എന്താണോ റിലേറ്റഡ് കണ്ടന്റ് അതായിരിക്കും അവരെ കുറച്ച് കഴിയുമ്പോഴുള്ള ക്യാരക്ടർ. അതിലുള്ള ഓരോ സംഭവം അതിലുള്ള ക്യാരക്ടർ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവരെ വളർച്ച മൊത്തം. കാരണം ഇവരെ വളർച്ചക്കനുസരിച്ച് അവിടെ ആ റിലേറ്റഡ് കണ്ടന്റ് മാറി വരും, അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ. അപ്പൊ തൊപ്പിയുടെ വീഡിയോ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഫ്യൂച്ചർ വളരെ മോശമായിരിക്കും. ഒന്നാമതൊരു ഗെയിമിങ് അഡിക്ഷൻ ഉള്ള ഒരു കുട്ടിയായിരിക്കും അത്. അങ്ങനത്തെ ആളുകളാണ് ഇവൻ്റെ വീഡിയോ കൂടുതൽ കാണുക. പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ പച്ചത്തെറി പറയുന്ന ചിലപ്പോൾ നമ്മൾ വല്ല റീൽസിലൊക്കെ കാണാൻ പറ്റും. വീട്ടിലൊക്കെ ഇരുന്നിട്ട് പച്ചത്തെറി അതൊക്കെ കാണുന്ന അവരെന്താണോ കേട്ടത് ആ സംഭവം വിളിച്ച് പറയാണ്. ഇതെന്താ സംഭവം എന്നുള്ളവർക്ക് അറിയുണ്ടാവില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ വിളിക്കുന്ന ഒരു ലാംഗ്വേജ് ആണെന്നുള്ള രീതിയിൽ അവർ ആ ഒരു സ്ലാങ്ങിൽ ആ സംഭവമാണ് വിളിച്ച് പറയുകയാണ്. കോപ്പി ചെയ്യാന്നാണ്, കുട്ടികൾ പെട്ടെന്ന് കോപ്പി ചെയ്യും. ആ ഒരു സംഭവം വളരെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഈ തൊപ്പിൻ്റെ ഈ ഒരു ലൈവൊക്കെ. അതായത് ഞാൻ പലവട്ടം പറഞ്ഞാണ് സാധാരണ ജനങ്ങളോട് ഏത് വീഡിയോ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും ഒരു ലൈവ് ഇവൻ്റെ ഫുള്ള് കണ്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ വീട്ടിൽ നിന്ന് അത് കാണൂല. ഒരിക്കലും ഒരു വീട്ടിലിരുന്നിട്ട് നമുക്കൊരു ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് നമ്മളെ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാർ അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് എൻ്റെ വീഡിയോ കാണാൻ പറ്റൂല. അത്രക്കും തെറി അഭിഷേകവും തെറിയും ഇല്ലാതെ ആ വീഡിയോ ഒന്നും ഒരു ലൈവില്ല, അങ്ങനെ തെറി കാര്യങ്ങളോ ഇല്ലാത്തത്. ഇത്തരത്തിലുള്ള ഒരു വീഡിയോസ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ ഇത്രയധികം ഫോളോവേഴ്സ് ആളുകൾ റീച്ചും ഈ വീഡിയോക്ക് എങ്ങനെയാ വരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മാനിപ്പുലേഷനാണ്. അതായത് ആളുകൾക്ക് എന്താണോ വേണ്ടത് ആ സംഭവമാണ് ഇവർ കൊടുക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ തെറി പറയുന്നത് മോശമാണ് അല്ലെങ്കിൽ ഇത് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓൾറെഡി ഇത് ഇൻഫ്ലുവൻസ്ഡ് പീപ്പിളാണ്. ഇത്ര ആളുകൾ ഇത് ഓൾറെഡി ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഈ ഒരു വർത്താനം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംസാര ശൈലി, ഇങ്ങനെ തെറി വിളിക്കുന്ന സംഭവങ്ങൾ ഇത് കാണാനും കുട്ടികൾക്ക് ആ ഒരു ഇതുണ്ടാവും. എന്താണ് ഇനി പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നില്ലേ കാണാനുള്ള ആ ഒരു ത്വര ഉണ്ടല്ലോ, അത് ഓരോ കുട്ടികളിലും ഉണ്ടാവും. ഇന്നത്തെ സംഭവം എന്താണ് കാണുന്നത്, ഇന്നത്തെ കണ്ടന്റ് എന്താണ്. ആ ആളുകളാണ് ഈ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. വലിയ ഇപ്പം ഇപ്പോൾ കുറച്ച് വലിയ ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ ലൈവ് കാണാറുണ്ടോ? തൊപ്പിയുടെ ഉണ്ടാവില്ല. കുറച്ചൊരു ഇതിലുള്ള ആളുകളൊന്നും കാണുന്നുണ്ടാവില്ല. ഒക്കെ കുട്ടികളായിരിക്കും. ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 8, 7, 6 അതിൻ്റെ താഴോട്ടുള്ള കുട്ടികളെ ഉണ്ടാവുള്ളൂ. അവരുടെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഏകദേശം അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാർ. ഈ റിയൽസ് ഒരുപാട് സ്ട്രീമേഴ്സ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒരാള് ഈ രീതിയിൽ സ്ട്രീം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെയും കൂടി ഇത് ബാധിക്കല്ലോ. ഒരുപാട് പേര് അവര് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല എല്ലാവരും കുട്ടികൾ ദൈവത്തെ ഓർത്ത് ഇത് ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് തന്നെ മുന്നോട്ട് വന്ന് പറയുന്ന സ്ട്രീമേഴ്സ് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിമിങ് ചെയ്യുന്ന ആളുകളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നാ തോന്നുന്നത് അൻഷികക്ക്? അതായത് ഗെയിമിങ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മേഖലയാണ്. മനസ്സിലായോ? ഇപ്പോൾ അങ്ങനെ സ്ട്രീം ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഈ ഈഗിള്, കാസ്ട്രോ, ഇവരൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ കുറച്ചൊരു തെറിയൊക്കെ കൂട്ടിയിട്ട് ചെയ്യുന്ന ആളുകൾ വേറെയുണ്ട്. പക്ഷെ ഇതൊക്കെ അതുക്കും മേലെയാണ്. അതായത് ഗെയിമിനിടയിൽ പറയുന്ന ഒരു തെറി വാക്കും മാത്രമല്ല ഇത് തെറി പറയാനായിട്ട് ഒരു കണ്ടന്റ് മൊത്തം. അന്നത്തെ ലൈവിൻ്റെ മൊത്തം അജണ്ട എന്ന് പറയുന്നത് ഫുള്ള് തെറി. ഇപ്പോൾ ഈ ഇതിൽ ഒരു കറക്കും ഒരു സാധനം, ആ കറക്കുമ്പോൾ അതിൽ ഓരോ ആളുകളുടെ പേരിൽ എന്താണോ വരുന്നത് ആ സംഭവം അവിടെ ചെയ്യണം എന്നാണ്. അപ്പോൾ അതിൽ എഴുതി വെക്കുന്ന സംഗതികളൊന്ന് നന്നാക്കിയാൽ തന്നെ ആ പരിപാടി ഉഷാറാവും.